പൊരി വെയിലത്ത് നിന്നുകൊണ്ട് ഒരു കച്ചവടക്കാരി അക്ക നമ്മളിങ്ങനെ മാടി മാടി വിളിച്ചു. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോയി. ആ അക്കയുടെ ഫേസിൽ തമിഴ്നാടിന്റെ മൊത്തം സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഷീ സോ ബ്യൂട്ടിഫുൾ. എങ്കിൽ പണ്ടത്തെ ഫിലിം ആക്ട്രസ് പ്രിയ രാമൻ, പിന്നെ തമിഴ് ആക്ട്രസ് ആനന്ദി, അവരുടെയൊക്കെ ഒരു ഫേസ് കട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറയണേ. ആ അക്ക മാത്രല്ല, ഇവിടെ ധനുഷ്കോടിയിൽ ഇതുപോലെ കുറെ ആൾക്കാർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പൊരി വെയിലത്ത് നിന്നിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ എന്തായാലും എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് പോകൂ. കാരണം അത് ഇവർക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും. ഞാൻ ഇവിടുന്ന് കുറെ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല റേറ്റ് കുറവാണ്. ഇവിടുത്തെ റേറ്റ് കേട്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അത്രക്ക് റേറ്റ് കുറവാണ്. നമ്മുടെ നാട്ടിലെ പറശ്ശിനിക്കടവിലൊക്കെ ഇതുപോലത്തെ ശിവന്റെ വിഗ്രഹമൊക്കെ വാങ്ങിക്കണമെങ്കിൽ നല്ല റേറ്റ് ആണ്. അതിന്റെ ഒരു 100-ൽ-1 അംശം പോലും ഒരു റേറ്റ് ഇല്ല. നമ്മൾ 700 രൂപയുടെ സാധനം വാങ്ങി ക്യാഷ് കൊടുക്കാൻ നേരത്ത് കയ്യിലാണെങ്കിൽ ക്യാഷ് ഇല്ല, ഗൂഗിൾ പേ ആണെങ്കിൽ വർക്ക് ആവുന്നുമില്ല, റേഞ്ച് ഇല്ല അവിടെ. അപ്പൊ അവിടുത്തെ ചേച്ചി പറഞ്ഞു രാമേശ്വരത്ത് പോയിട്ട് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ മതി. എന്നിട്ട് ഞങ്ങളുടെ നമ്പർ ചേച്ചി വാങ്ങി വെച്ചു. പക്ഷെ ചേച്ചിയുടെ നമ്പർ ഞങ്ങൾ തിരിച്ചു തന്നില്ല. ഗൂഗിൾ പേ ചെയ്യണമെങ്കിൽ നമുക്ക് അവരുടെ നമ്പർ വേണമല്ലോ, തന്നില്ല. ഞാൻ രണ്ടാമത് പോയിട്ട് വീണ്ടും അവരെടുക്കുന്ന ആൾക്കാരെടുത്ത് നമ്പർ വാങ്ങിയിട്ടാണ്. അത്രയും പാവം പിടിച്ച കച്ചവടക്കാരായിട്ടാ. വേറെ എടുത്ത് നമുക്ക് ഇങ്ങനത്തെ പാവം പിടിച്ച കച്ചവടക്കാരെ കാണാൻ പറ്റില്ല. ഭയങ്കര നിഷ്കളങ്കരാണ് അവര്. അവർക്ക് അറിയത്തില്ല അവരെന്നാ ഇങ്ങനെ ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറ്റിക്കാം. അവര് വിളിക്കുമ്പോൾ നമുക്ക് ഫോൺ എടുക്കാതിരുന്ന പോരെ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ആരും അങ്ങനെ പറ്റിക്കില്ല കേട്ടോ. ഞാൻ അവിടുന്ന് വിട്ടപ്പോ തന്നെ അവിടുന്ന് കുറച്ച് റേഞ്ച് കിട്ടിയ ആ സ്പോട്ടിൽ തന്നെ ഞാൻ ക്യാഷ് അയച്ചു കൊടുത്തിട്ടുണ്ടായിന്. അപ്പൊ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആക്ക ഇതാണ് ഗൈസ്. ബൈ.